പേരമ്പ്രയിലെ MDMA കേസിൽ പിടിയിലായിട്ടുള്ള അധ്യാപികമാർക്ക് CPM-ഉമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ എന്താണ് ഈ രാഷ്ട്രീയ പാർട്ടിയൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ ഇവർ ഇത് ലഹരി മാഫിയയുടെ അല്ലെങ്കിൽ കണ്ണികളായിക്കൊണ്ടിരിക്കുന്നത് ഉപയോഗിക്കുന്നതുമൊക്കെ? എന്ന് വേണം അനുമാനിക്കാൻ. അത് പറഞ്ഞത് ശരിയാണ്. ഇത്രയും അടുത്ത ബന്ധം ഇവർക്ക് CPM-ഉമായിട്ടുണ്ട്. ഇവർ CPM-ൻ്റെ നേതൃത്വം അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ കഴിയും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഈ ലഹരി വ്യാപനം, പ്രത്യേകിച്ച് രാസലഹരി വൻതോതിൽ വരാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി അല്ലേ? ഒരു 10 വർഷത്തിന് മേലെ എന്തായാലും 10-15 വർഷത്തിന് മേലെ എന്തായാലുമായി 10-15 വർഷമായിട്ട് വൻതോതിൽ കേരളത്തിൽ ലഹരി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ആ പറയുന്ന 10 വർഷക്കാലം ഇവിടെ ഭരിച്ചത് CPM ആണ്. CPM-നെതിരെ ഒരു നടപടിയെങ്കിലും എടുത്തു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് പിടിക്കുന്നുണ്ടായിരുന്നു. അത് പോലീസുകാരുടെ എക്സൈസിൻ്റെ കഴിവുകൊണ്ട് അവർ പിടിച്ചുകൊണ്ടിരുന്നു. അവരവരുടെ ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് നിരന്തരമായിട്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ സർക്കാർ ഒരു നടപടിയെടുത്തു. CPM-കാർ വിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴാണ് ഇതിൽ വൻതോതിൽ പിടികൂടൽ തുടങ്ങിയത് അല്ലേ? ഒരു തൂഫാൻ എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാടികൾ എല്ലാം ഡിസൈൻ ചെയ്യുന്നു. പോലീസും എക്സൈസും കൃത്യമായ പ്രവർത്തനത്തിലൂടെ ഇതിനെ ടാക്കിൾ ചെയ്യുന്നു. അത് നടന്നത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതിനു ശേഷമാണ്. 10 കൊല്ലം പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരുന്നല്ലോ, എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പോൾ എന്തൊക്കെയോ അന്തർധാരകൾ, കണക്ഷൻ CPM-ഉം ഈ ലഹരി മാഫിയയുമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കൃത്യമായി പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, DYFIയുടെ പ്രവർത്തകർ നിരന്തരമായിട്ട് പിടിയിലാവുന്നു. ഇടയ്ക്ക് എന്തോ ഒരു ലഹരിക്കെതിരായി ക്യാമ്പയിൻ നടത്തുന്ന DYFI നേതാവ് പിടിയിലായി അല്ലേ? അങ്ങനെ ഈ ലഹരിക്കെതിരായിട്ടുള്ള പരിപാടികളിൽ DYFIയുടെ നേതാക്കൾ, DYFIയുടെ സജീവ പ്രവർത്തകർ നിരന്തരമുണ്ടാകുന്നു. ആ കേസുകളിലെ പ്രതികളായി മാറുന്നു. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ BJPയുടെ ഒരാളെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ വലിയ പുകിലാവുമായിരുന്നു അല്ലേ? കൃത്യമായിട്ട് പറഞ്ഞാൽ അതാ BJPക്കാരൻ ഒരാൾ പിടിയിലായിരിക്കുന്നു. എന്തോ ഭാഗ്യത്തിന് പിടിയിലായില്ല. പക്ഷേ പിടിയിലായത് മൊത്തം DYFIയുടെ നേതാക്കൾ, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർ. ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇത് കൂടുതൽ ഒരു സമുദായത്തിൽ നിന്നുള്ള ആൾക്കാർ പ്രത്യേകിച്ച് പെട്ടെന്ന് പിടിയിലാകാറുണ്ട്. ഇതെന്ത് കൂത്ത് എന്ന് പറഞ്ഞ് അന്വേഷിക്കുമ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ മിക്കവാറും ക്യാരിയേഴ്സ് ആയിരിക്കും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കും. അവർക്ക് ഇതിൽ വ്യക്തമായ പങ്കുള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, അവർ മദ്യം പോലും നിഷിദ്ധമാണ് എന്ന് പറയുന്ന മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ഈ ലഹരി വിൽപ്പനയായിട്ടും അതിൻ്റെ മാഫിയയായിട്ടും പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് സംശയം തോന്നും. അപ്പോൾ നമുക്ക് എത്തുന്ന ഒരു ഉത്തരം, ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ഒരാൾക്ക് എത്തുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇത് തീവ്രവാദത്തിനുള്ള പൈസയാണ്. മുൻപ് കാലത്ത് നേരിട്ട് തീവ്രവാദത്തിനുള്ള പൈസ പാകിസ്ഥാനിൽ അച്ചടിച്ച് ഇവിടെ എത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആ പണി നടക്കുന്നില്ല. കാരണം മാർക്കറ്റ് അടക്കം ഇടിഞ്ഞ് തകർന്ന് തവിടുകൂടിയായിപ്പോയി. പിന്നെ പല സാധനങ്ങൾ ഉൽപ്പന്നങ്ങളിലൂടെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഉൽപ്പന്നങ്ങളിലൂടെ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് ഒരു പരീക്ഷണമായിരുന്നു. ഈ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈത്തപ്പഴം, ഈ പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, പെർഫ്യൂംസ്, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ കൈമാറ്റത്തിലൂടെ തീവ്രവാദ പ്രവർത്തനത്തിലുള്ള ഫണ്ട് കൊണ്ടുവരാൻ. പണ്ടൊരിക്കൽ ഇടയ്ക്ക് ഈ ഹവാല ആൾക്കാരെ ഏറ്റവും കൂടുതൽ കടത്തിയിരുന്നു എന്ന് പറയുന്നത് ഈ മീറ്റ്, ഫിഷ്, ഇതിൻ്റെയൊക്കെ അകത്ത് പണം വെച്ച് കടത്തിയിരുന്ന സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതലും കമ്മോഡിറ്റീസ് കടത്തിയിട്ട്, അതായത് ഒരു ഉൽപ്പന്നം കടത്തിയിട്ട്, ഉൽപ്പന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നട്ട്സ്, ഈ ഡേറ്റ്സ്, പെർഫ്യൂംസ്, അതുപോലുള്ള സാധനങ്ങൾ, ഈ പ്രഷ്യസ് സ്റ്റോൺസ്, ഇതൊക്കെ കടത്തിക്കൊണ്ട്, പേളൊക്കെയാണ് പ്രധാനമായിട്ട്, ഇത് കടത്തിക്കൊണ്ട് അതിലൂടെ വരും, അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം തീവ്രവാദ പ്രവർത്തനത്തിന് ഈ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് നോക്കുമ്പോൾ അതിനകത്ത് ചെറിയ അളവിലെ ഒരു മാസമായിട്ട് ഇപ്പോൾ 500 കോടി 1000 കോടിയൊന്നും കൊണ്ടെത്തിക്കാൻ പറ്റുന്നില്ല, എങ്കിലും എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, അടുത്തൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീക്കി എന്നുള്ളതാണ്. 1 ഗ്രാം MDMAക്ക് ഇല്ലെങ്കിൽ ഈ പറയുന്ന രാസലഹരിക്ക് 4000-5000 രൂപയൊക്കെയാണ് മാർക്കറ്റിൽ വില എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1 ഗ്രാമാണെന്ന് പറഞ്ഞാൽ കുറഞ്ഞ അളവാണല്ലോ. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ കടുകൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ 100 ഗ്രാമൊക്കെയാണ് വാങ്ങിക്കുന്നത്, ചെറിയൊരു പാക്കറ്റാണ് കിട്ടുന്നതിൽ. അപ്പോൾ അതുപോലെയാണ്. അത്രയും എന്തായാലും സൈസൊക്കെ അത്രയല്ലേ, ഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് സൈസ് അത്രയൊക്കെയല്ലേ വരുള്ളൂ. അപ്പോൾ ഇതൊരു 1 കിലോയൊക്കെ കൊണ്ടുവന്നാൽ എത്ര 1000 കോടിയായി, എത്ര കോടിയായി, ആയിരങ്ങളായി, കോടിയായിട്ട് ഇത് മാറുമല്ലേ? തീർച്ചയായിട്ടും ഇത് വാങ്ങുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ലക്ഷക്കണക്കിനാവും. അപ്പോൾ 10-9 കിലോയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടേതായി. നമ്മളിത് വാങ്ങാൻ കുറച്ച് എമൗണ്ട് മുടക്കിയായിരിക്കും വാങ്ങുന്നത്. വാങ്ങി അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു ഉന്മാദത്തിൽ വീണ്ടും വേണം, അല്ലെങ്കിൽ അന്ന് അഡിക്ഷൻ ഉപയോഗിച്ചപ്പോൾ കൂടും. അഡിക്ഷൻ ഉണ്ടാവും. കൊള്ളാമായിരുന്നല്ലോ, അഡിക്ഷൻ ലെവലിലേക്ക് അവരെത്തൂല. പക്ഷെ 2ാം തവണയും ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിന്നീട് അത് ഉപയോഗിക്കുന്നതിന്റെ അപ്പുറത്തേക്കും ഇതൊരു വരുമാന മാർഗമായി മാറുക. അതുകൊണ്ടാണ് ഈ കോടികളൊക്കെ അക്കൗണ്ടുകളിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ
കോടികൾ ഒരു അക്കൗണ്ടിലേക്ക് വരിക, ആ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു രീതി പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ പക്ഷേ ഇവരത് എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് സാധാരണ ഇപ്പോൾ നമുക്ക് ഇൻകം ടാക്സിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഇവർ ഒരു അക്കൗണ്ടിലേക്ക് തന്നെ ഇവർക്ക് മറ്റ് സോഴ്സ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ പണം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായി സാധാരണ വിജിലൻസ് അന്വേഷണങ്ങളൊക്കെ വരുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോഴാണ് ഇതിപ്പോൾ തൂഫാൻ്റെ ഭാഗമായിട്ടാണ് കാവ്യയുടെ അക്കൗണ്ടിൽ നിന്നും കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് പോയി, അവിടെ നിന്നാണ് കീർത്തനയിൽ നിന്നും നിമിഷ ആ നിമിഷ അതെ അതെ നിമിഷ അവരുടെ അക്കൗണ്ടിലേക്ക് പോയി. അങ്ങനെ ഈ അക്കൗണ്ടുകൾ വഴിയാണ് ഈ കോടികൾ, ഇത്ര കോടികൾ എങ്ങനെ ഈ അക്കൗണ്ടിലെത്തി? അപ്പോഴാണ് ഇവർക്ക് ഈ ലഹരി മാഫിയയായിട്ട് ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നത്. അതെ പിന്നെ ഈ ഇതിൽ CPM-ന്റെ ഒരു ബന്ധം പറഞ്ഞപ്പം KRTA എന്ന് പറയുന്ന ഒരു സംഘടനയുടെ KRTA-യുടെ പേരാമ്പ്ര ബ്രാഞ്ച് ഭാരവാഹികളാണ് ഇരുവരും. കാവ്യ കൺവീനറും നിഷ്മ ജോയിൻറ്റ് കൺവീനറുമായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ ഒരേ BRC-യിൽ ബ്ലോക്ക് റിസോഴ്സ് സെൻറ്ററിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. 1 വർഷത്തേക്കുള്ള നിയമനമാണ് സാധാരണ കൊടുക്കാറുള്ളത്. ഇവർ സ്ഥിരമായിട്ട് ഈ തസ്തികയിൽ തുടരുന്നു എന്നുള്ളതാണ്. ഇവർ അതുപോലെ തന്നെ ഈ കീർത്തനയുടെ കയ്യിൽ നിന്ന് സൂംബ പരിശീലനത്തിനിടയിൽ ഈ MDMA അങ്ങനെ എന്തോ രാസലഹരിയുടെ പാക്കറ്റ് തറയിൽ വീണു, അത് കുട്ടികൾ കണ്ടു, ആ പരാതി വന്നിട്ട് അത് ഒതുക്കി തീർത്തു എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഒതുക്കി തീർക്കുന്നത്? ഇത് കൃത്യമായിട്ട് അറിയാം, CPM-ൻ്റെ ആൾക്കാരാണ്, ഇവർക്ക് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, ഇവരെ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും. പാവപ്പെട്ടവരെങ്കിലും പ്രിൻസിപ്പാളോ ഹെഡ് മാസ്റ്ററോ എങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പണി പോവും. അങ്ങനെയാണ് ഇവരിലേക്ക് അന്വേഷണം എത്താതിരിക്കുന്നത്, ഇവർ പിടിക്കപ്പെടാതിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന ലഹരി മാഫിയ കൃത്യമായി തീവ്രവാദികൾ ഉപയോഗിക്കുന്ന ഒരു സംരംഭമാണ് ലഹരി മാഫിയ. ആ ലഹരി മാഫിയയാണ് ഇവിടെ അധ്യാപകരിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ അധ്യാപകരോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തീവ്രവാദികൾ, അവരുടെ ബന്ധമുള്ള ലഹരി മാഫിയ, ആ ലഹരി മാഫിയ കമ്മ്യൂണിസ്റ്റ് അധ്യാപികമാർ, ഇവർ അധ്യാപികമാരായിട്ട് അവരുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നു. ഇവർ കുട്ടികളെ, അതുപോലെ തന്നെ ഈ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെയാണല്ലോ ഇവർ പഠിപ്പിക്കുന്നത്. അവരെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ഈ ലഹരിയുടെ സ്വാധീനത്തിൽ? നമുക്ക് പറയാൻ കഴിയില്ല. ഇത് പറയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാരക രാസലഹരി ഒരു തവണയൊക്കെ ഉപയോഗിച്ചാൽ തന്നെ വലിയ മാരകമായ ഭവിഷ്യത്തുണ്ടാവുകയും ഇതിൽ അഡിക്ഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് തലച്ചോറിൽ വലിയ നാശം സംഭവിക്കും. ഒരിക്കലും ഒരു സിനിമാ നടൻ പറഞ്ഞു, ഇത് ഉപയോഗിക്കുമ്പോൾ ആൾക്കാരുടെ പല്ലൊക്കെ പൊടിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന മാരകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുള്ള ഒരു സംവിധാനമാണിത്. ആ ലഹരി മരുന്ന് ഇവരുപയോഗിച്ചിട്ട് ഇവരെന്ത് പ്രവർത്തിക്കുന്നു എന്നെങ്ങനെ പറയാൻ കഴിയും? ഈ കുട്ടികളെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ, ഉപദ്രവിച്ചിട്ടുണ്ടോ, അവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ അന്വേഷണം നടക്കണം. ഇവരുടെ സാമ്പത്തിക ഇടപാട്, ഇവരുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ, ഈ തീവ്രവാദികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ഒക്കെ ഒരേ മയക്കുമരുന്ന് മാഫിയയായിട്ട് എങ്ങനെയാണ് ബന്ധം വരുന്നത്? അതൊരു വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. ഇതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ സമൂഹത്തിനെ വലിയ തോതിൽ ബാധിക്കാം. തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റുകളും ഒരേ തട്ടിൽ നിന്നുകൊണ്ട് വമ്പൻ ലഹരി മാഫിയകൾ രാജ്യത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നവരുമായിട്ട് ചേർന്ന് നിൽക്കും. അല്ല, ഇതില് പ്രധാന വിഷയമായിട്ടും ഈ ലഹരിയിലേക്ക് എങ്ങനെ ആളുകൾ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണം എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മൾ സാധാരണ അതെ, ആദ്യം ഈ ലഹരിയുടെ സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, പിന്നെ പണം പിന്നീട് ലഭിക്കാൻ നമുക്ക് വേണ്ടി. നമുക്ക് സമ്പാദ്യം എന്ന് വെച്ചാൽ ആഡംബര ജീവിതമാണ് ഇത് ആ കാണിച്ചു ആ തരുന്നത്. ആ ഒരിക്കൽ ഒരാൾ ഈ ആഡംബര ജീവിതത്തിന്റെ ആ ഒരു മാധുര്യം ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരാൻ അല്പം പാടായിരിക്കും. അതും നമ്മൾ കഷ്ടപ്പെട്ട് ആഡംബര ജീവിതത്തിലേക്ക് പോകുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് ഈ ലോട്ടറി അടിക്കുന്നതൊക്കെ, ലോട്ടറി എന്ന് പറഞ്ഞാൽ ഒരു തവണയല്ലേ അടിക്കത്തുള്ളൂ. ഇത് അതേപോലെ അല്ലല്ലോ. ഇതിപ്പോ ഒരാഴ്ച ഇത്തരത്തിലൊരു മീഡിയേറ്റർ ആയി കഴിഞ്ഞാൽ കോടികൾ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇവർ സമ്പാദിക്കുന്നുണ്ടായിരിക്കും. ഇത് കൃത്യമായിട്ട് ആ അക്കൗണ്ടുകളിൽ നിന്ന് മാറ്റുകയും ചെയ്യും. ഒരളവിൽ കൂടുതലൊക്കെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമല്ലോ. അപ്പോൾ ഇത് മാറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പണം എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. സാധാരണ ഈ സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തി ഈ പഴയ കാലങ്ങളെ പോലെ അരവയറിലൊന്നും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പലർക്കും ഈ ആഡംബര ജീവിതങ്ങളോടും അതുപോലെ തന്നെ കഷ്ടപ്പെടാതെ, അമിതമായി കഷ്ടപ്പെടാതെ ജീവിക്കണം ആ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വെച്ച് നീട്ടുമ്പോൾ സ്വാഭാവികമായും സ്വീകരിക്കും എല്ലാവരും. പിന്നെ സംരക്ഷിക്കാൻ ഇത്ര സംഘടനകൾ കൂടെ ഉണ്ടാവുമ്പോൾ നമ്മുടെ സംഘടനയിൽ പെടുന്ന ഒരാൾ ഇങ്ങനെ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനയ്ക്ക് കൂടെ ഒരു പേരിനൊരു പ്രശ്നം വരും. അതുകൊണ്ട് അവർ പലപ്പോഴും അതങ്ങ് ഹൈഡ് ചെയ്ത് വെക്കും, മറച്ചു വെക്കും. അത്തരത്തിൽ മറച്ചു വെക്കാൻ ഈ സംഘടന സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. അങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ ആളുകളെ പിടിക്കുന്ന പോലെയല്ല, അധ്യാപകരെ പിടിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതിൽ ഇവർ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഈ പൈസ, ഈ പണം ഇവരാരെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടോ? അതും ഒരു വലിയ ചോദ്യം തന്നെയാണ്.
അത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശാലമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ നടത്തണം. ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ ഇതിൽ ഇടപെടണം. അങ്ങനെ മാത്രമേ ഇതിനെ ഒതുക്കി തീർക്കാൻ കഴിയുള്ളൂ. ആൻറ്റി ടെററിസം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളും ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഇത്രയും കാലം അന്വേഷണം നടക്കാതിരുന്നത്? ഭരണതലത്തിൽ എന്തുകൊണ്ട് ആർക്ക് സ്വാധീനമുണ്ടായി? തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മറനീക്കി പുറത്തേക്ക് വരണം. ഈ ലഹരി വ്യാപനത്തെ തടയുന്നതിനോടൊപ്പം തന്നെ പൂർവ്വകാലങ്ങളിൽ ഇവർ എന്തൊക്കെ നേടിയിട്ടുണ്ട്, ഭരണത്തിലിരുന്നവർ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി പുറത്തു വരണം. ജനസമക്ഷത്തിലേക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ എത്തേണ്ടതാണ്.